നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അരിച്ചുപെറുക്കൽ തുടങ്ങി പോലീസ്. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലും അതുപോലെ തന്നെ ആലുവയിലെ വീട്ടിലും പോലീസ് സംഘം എത്തി പരിശോധന നടത്തും. ആലുവയിലെ വീട്ടിൽ ഉടൻ തന്നെ പോലീസ് സംഘം എത്തുമെന്നാണ് വിവരം. പാലക്കാട്ടെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. 2 കാറുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റേതായി ഇവിടെയുണ്ട്. അതിലൊന്ന് മാറ്റാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് മാറ്റിയിട്ടില്ല. ഫ്ളാറ്റിൽ തന്നെ തുടരുന്നുണ്ടെന്നാണ് വിവരം. പ്രത്യേകിച്ചൊന്നും തന്നെ ആദ്യ പരിശോധനയിൽ ഫ്ളാറ്റിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ആദ്യ അന്വേഷണത്തിൽ തന്നെ പ്രത്യേകിച്ചൊന്നും ലഭിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഈ അന്വേഷണം ഇവിടെ നിർത്തുന്നില്ല. വരും മണിക്കൂറിൽ വീണ്ടും ഒരുപക്ഷെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തി വീണ്ടും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അതുപോലെ തന്നെ വീട്ടിലേക്ക് എത്തി ബന്ധുക്കളുടെ അടക്കം മൊഴിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തിനാണ് അനാവശ്യമായി ബന്ധുക്കൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നറിയില്ല. എന്നാലും രാഹുലിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുമെന്നാണ് വിവരം. ഏതായാലും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയിൽ ഗുരുതര ആരോപണവുമായി യുവതി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടം യുവതിക്കെതിരെ 9 തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മാത്രമല്ല തന്റെ ജീവന ഭീഷണിയുണ്ട്, തന്നെ വധിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യുവതിക്ക് പോലീസ് സംരക്ഷണവും ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. 2ാം മാസത്തിലാണ് ഗർഭചിത്രം നടത്തിയത്. പരാതിയിൽ പോലീസ് ആശുപത്രി രേഖകൾ പരിശോധിച്ചു. ഗർഭചിത്രത്തിനായി യുവതിക്ക് നൽകിയത് അപകടകരമായ മരുന്നുകളെന്ന് ഡോക്ടർമാർ മൊഴി നൽകി. ഗർഭചിത്രത്തിന് ശേഷം യുവതി മാനസികമായി തളർന്നു. വൈദ്യപരിശോധനയുടെ രേഖകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മെയ് 30-നാണ് യുവതി മരുന്ന് കഴിച്ചത്. ശേഷം ഗുരുതര രക്തസ്രാവം ഉണ്ടായെന്നും ചികിത്സാ രേഖകൾ പറയുന്നു. 2 മരുന്നുകളാണ് യുവതിക്ക് നൽകിയത്. രക്തസ്രാവത്തിന് ശേഷം സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. യുവതിയുടെ പരാതിക്ക് പിന്നാലെ മുങ്ങിയ രാഹുലും സഹായി ജോബിൻ ജോസഫും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അതിനിടെ യുവതിക്ക് പോലീസ് സംരക്ഷണം ഒരുക്കി. അതേസമയം ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം ആരംഭിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമല്ലെന്നാണ് പോലീസിന്റെ വാദം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടുവെന്ന പ്രചരണം പോലീസ് തള്ളുകയാണ്. എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിക്കാരിയുമായി പീഡനം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് മഹസർ രേഖപ്പെടുത്തി. കൂടുതൽ സാക്ഷികളുടെയും മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ലൈംഗിക പീഡന കേസുകളിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സീൽഡ് കവറുകളിലായി 9 തെളിവുകളാണ് കോടതിയിൽ രാഹുൽ സമർപ്പിച്ചത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചുവെന്നും ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്നടക്കമുള്ള സ്ഥാപിക്കുന്ന തെളിവുകളുമാണ് രേഖകളിൽ ഉള്ളതെന്നാണ് വിവരം. എന്തായാലും യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിനെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ സംരക്ഷിക്കണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഫോൺ സ്വിച്ച് ഓഫാണ്. പാലക്കാട് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാഹുൽ മുങ്ങിയത്. വെള്ളിയാഴ്ച പകൽ കുറച്ചുനേരം ഫോൺ ഓൺ ആയപ്പോൾ പാലക്കാട് ടവർ ലൊക്കേഷനാണ് കാണിച്ചത്. രാഹുൽ കേരളം വിട്ടുവെന്ന് തന്നെയാണ് നിഗമനം. തിരുവനന്തപുരത്ത് എത്തി വക്കാലത്ത് ഒപ്പിട്ടുവെന്ന വെളിപ്പെടുത്തലും പോലീസ് തള്ളുകയാണ്. ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ദിനരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം യുവതിയെ പരിശോധിച്ച വനിതാ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തി. യുവതിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ 1ാം പ്രതിയാണ്. ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് 2ാം പ്രതിയാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമാണ് രാഹുലിനെ പരിചയപ്പെട്ടതെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ ചില ആശയക്കുഴപ്പമുണ്ട്. പെൺകുട്ടിയുടെ ഫോൺ അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ യുവതിക്ക് ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചത് KSU മുൻ നേതാവാണെന്ന് പോലീസ് പറയുന്നു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് യൂണിയൻ മുൻ ചെയർമാനും ആറന്മുള മെഴുവേലി സ്വദേശിയുമായ ജോബി ജോസഫാണ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് എത്തിച്ചു കൊടുത്തതെന്നാണ് ആരോപണം. 2010-2011 കാലയളവിൽ കാത്തോലിക്കേറ്റ് കോളേജിലെ KSU യൂണിയൻ ഭാരവാഹികളായിരുന്നു ഇരുവരും. ജോബി ചെയർമാനായിരുന്നപ്പോൾ രാഹുൽ സർവകലാശാല യൂണിയൻ കൌൺസിലറായിരുന്നു. പത്തനംതിട്ടയിലും അടൂരിലും വസ്ത്രവ്യാപാരശാല നടത്തുന്ന ജോബി രാഹുലിന്റെ ഉറ്റ സുഹൃത്താണ്. അതിജീവിത ദുരനുഭവം വിവരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടിയാണ് ജോബിയുടെ പങ്ക്
വെളിവായത്. ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്കു പറഞ്ഞെന്ന് ശബ്ദ സന്ദേശത്തിൽ അതിജീവത സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതാരാ നിങ്ങൾക്ക് കൊണ്ടുതന്നത്? നിങ്ങളെ കൊല്ലാനാണോ കൊടുക്കുന്നത്? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ, ഒരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും പീക്കായി നിൽക്കുന്ന സമയത്ത് ഇത് ആരാണ് കൊണ്ടുതന്നത് എന്ന് ഡോക്ടർമാർ ചോദിച്ചതായും അതിജീവത പറയുന്നുണ്ട്. ഈ ഡോക്ടറുടെ മൊഴിയാണ് പോലീസ് എടുത്തത്. ബലാത്സംഗ കേസിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ പ്രോസിക്യൂഷൻ പരിശോധിക്കുന്നുണ്ട്. അതിജീവിതയുമായി പലതവണ ലൈംഗിക ബന്ധമുണ്ടായെന്നും തന്റെ ഫോൺ കോളുകൾ, ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു.